തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനത്ത് 76.08% പോളിംഗ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും അത് കാര്യമാക്കേണ്ടതില്ലെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. ശക്തി കേന്ദ്രങ്ങളിൽ ഇളക്കമുണ്ടായില്ലെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുന്നത്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ കണ്ട വോട്ടർമാരുടെ നീണ്ട നിര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നു. കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തെ മറികടന്നേക്കുമെന്ന് തോന്നിച്ച മണിക്കൂറുകൾ. എന്നാൽ അവസാന കണക്കുകൾ വരുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ നേരിയ കുറവ് രേഖപ്പെടുത്തിയാണ് പോളിംഗ് അവസാനിച്ചത്. എന്നാൽ പോളിംഗിലെ കുറവ് കാര്യമാക്കേണ്ടെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടൽ. വിദേശത്ത് പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചതും വോട്ടർ പട്ടിക പൂർണ്ണമായി ശുദ്ധീകരിക്കാത്തതും പോളിംഗ് ശതമാനത്തിലെ കുറവിന് കാരണമെന്നാണ് വിലയിരുത്തൽ. കോഴിക്കോട് നാദാപുരത്തും കാസർഗോഡും ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളുള്ളത് മാറ്റി നിർത്തിയാൽ പൊതുവെ സമാധാനപരമായിരുന്നു. രാത്രി വൈകിയും വോട്ടർമാർ കാത്തുനിന്ന് വോട്ട് ചെയ്ത ബൂത്തുകളും വിരളമായിരുന്നു. കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ജില്ലാ പഞ്ചായത്തടക്കം നിലനിർത്തി മലബാറിലെ മേധാവിത്വം തുടരുമെന്നാണ് LDF പ്രതീക്ഷ. കോഴിക്കോട് കോർപ്പറേഷൻ നിലനിർത്തുന്നതിനൊപ്പം കണ്ണൂരും പിടിച്ചെടുക്കാമെന്നും LDF കരുതുന്നു. മലപ്പുറത്തും വയനാടും നിലനിർത്തുന്നതിനൊപ്പം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും പിടിച്ചെടുക്കുമെന്ന് UDF ഉറപ്പിക്കുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കാനായെന്നാണ് UDF കണക്കുകൂട്ടൽ. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി, ചിറ്റൂർ ഉൾപ്പെടെ മുനിസിപ്പാലിറ്റികൾ തിരിച്ചുപിടിച്ച് മുനിസിപ്പാലിറ്റികളെ ആധിപത്യം നിലനിർത്താനാകുമെന്ന് UDFും അവകാശപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വീറും വാശിയും വോട്ടിംഗ് ദിനത്തിലും മലബാറിൽ പ്രകടമായി. പോളിംഗ് ശതമാനത്തിലെ നേരിയ കുറവ് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കില്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടൽ. LDFും UDFും അവരുടേതായ പ്രതീക്ഷകൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. 13-ാം തീയതി ഈ പ്രതീക്ഷകളുടെ യാഥാർത്ഥ്യം തിരിച്ചറിയാം. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.